അല്ല എപ്പോഴും ചിരിച്ച മുഖമാണ് അല്ലെ? അതല്ലേ നല്ലത്. തീർച്ചയായിട്ടും അത്ര മുഖം കാണാനാണ് എനിക്കൊക്കെ ഇഷ്ടം. ഫിറോസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും അത് തന്നെ ഇഷ്ടം. എപ്പോഴും ചിരിച്ച മുഖം. ഞാൻ ഫിറോസിന്റെ 2 ഇന്റർവ്യൂ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. ഫിറോസ് അവിടെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. ഫിറോസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നാണ് ഫിറോസിൽ കാണേണ്ട ഒരു ക്വാളിറ്റി ഞാൻ കണ്ടത്. ഒന്നും മറയില്ലാതെ പറഞ്ഞു പോകുന്നു. അവിടെ നിന്റെ ഒന്ന് ഇത് ചെയ്തോട്ടെ, ഈ മറയില്ലാതെ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അഭിനയിക്കുന്ന മനുഷ്യരുണ്ട്, ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ അഭിനയിക്കുമ്പോഴാണ് മറ്റുള്ളവർ എന്ത് കരുതും, എല്ലാവരും മുമ്പിൽ അഭിനയമായിരിക്കും. അവർ ഏറ്റവും വലിയ കള്ളന്മാരവര്, മനസ്സിലാവും. നേരെ ജീവിക്കുന്നവര് മറ്റുള്ളവർ എന്ത് കരുതുന്നു ഒരിക്കലും തോന്നുന്നു അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ്. ക്യാമറയ്ക്ക് പിന്നാലും എല്ലാം എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിന്. അവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനെന്ന വ്യക്തിയെ സ്നേഹിച്ചു, ഞാനായിരിക്കെ സ്നേഹിച്ചാൽ മതി. ഞാനൊരു മാസ്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു അഭിനേതാവായിരുന്നിട്ട് അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഞാൻ കണ്ട ഭൂരിപക്ഷം ആൾക്കാരും അഭിനേതാക്കളാണ്. അവരെന്ത് കരുതും, ഞാൻ ഇങ്ങനെ പെരുമാറണം എന്ന് കരുതി പെരുമാറി മസിലും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ. അത് ഞാൻ ജീവിക്കുക. ജനിച്ചു, ഒരു ചോദ്യം ജനിച്ചു മരിക്കും, ഇപ്പൊ ഞാൻ ജീവിക്കുകയാണ്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ ഈ ബന്ധങ്ങള് ഞാനൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാന്ന്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള ആഗ്രഹക്കാരനാണ്. പിന്നെ നമ്മൾ ഒരേ കമന്റ് പറയാം, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള കമന്റുകൾ തന്നെ വന്നു. കൃത്യമായിട്ട് ആലോചിച്ച് എടുത്തു ചാടി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് തന്നെ തീരുമാനിച്ചു, നിങ്ങൾ പരസ്പരം പറഞ്ഞു തന്നെ പിരിയുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നിങ്ങളുടെ അപ്പുറത്തേക്ക് വേദനിക്കുന്ന കുടുംബമാണ്. സീരിയസ്ലി നിങ്ങളുടെ കുടുംബം അങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം സജന പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഞാൻ പറയാം. സജന പറയണ്ട, എനിക്കിപ്പോഴും ഫിറോസിക്കാട് ഉമ്മ എൻ്റെ ഉമ്മയാണ്, ഫിറോസിക്കാട് പെങ്ങന്മാര് നാത്തൂനല്ല എന്നാണ് സജന പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾ കുടുംബത്തിൽ. തിരിച്ച് ഞാനും അങ്ങനെയാണ്. നിങ്ങൾ അതാണ് ഞാൻ പറയാം, അങ്ങനെ തന്നെയാണ് അല്ലെ? നിങ്ങൾ ഫിറോസും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ കുടുംബങ്ങളുടെ ഒരു വേദന നിങ്ങൾ കാണുന്നില്ല, അത് പോയതിൽ ഒരു സീരിയസ്ലി അത് നമ്മൾ മറ്റുള്ളവരുടെ വേദനകൾ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും വർഷം നീണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം മറ്റുള്ളവർക്ക് അത്രയും വാല്യൂ കൂടെ കൊടുത്തത് കൊണ്ടാണ്, നമ്മുടെ വാല്യൂക്കാളും മറ്റുള്ളവർക്ക് കൂടെ വാല്യൂ കൊടുത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾ ഇത്രയും വർഷം നീണ്ടുപോയത് തന്നെ. ഇനി ഇതിലും വലിയ വേദന ഞങ്ങളുടെ കുടുംബങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മനസ്സിലായി? ഇപ്പോഴാകുമ്പം ഇന്നും സജിനയ്ക്ക് എൻ്റെ ഉമ്മയെ വിളിക്കാം, എൻ്റെ പെങ്ങളെ വിളിക്കാം, എൻ്റെ ബ്രദറിനെ വിളിക്കാം. അവരൊക്കെ അവൾക്ക് നല്ലതേ പറഞ്ഞു കൊടുക്കുള്ളൂ. തിരിച്ച് പിന്നെ സജിനാട് ഉമ്മയിൽ നാണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്നേഹമാണ് എനിക്ക്. സജിനാട് ബ്രദറിനെ വിളിക്കാം, അളിയാന്നും പറഞ്ഞാണ് എപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു നല്ല വേയിലാണ് ഞങ്ങൾ ഈ പിരിഞ്ഞത്. മനസ്സിലായി? ഏറ്റവും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ അറിയാവൂ. എന്തെങ്കിലും നമ്മൾ 100% സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിരിയേണ്ട ആവശ്യം വരത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, തികച്ചും പേഴ്സണൽ ആയിട്ട്. അതായത് ഞാൻ സജിനെ മാത്രം അറിയേണ്ട കുറച്ച് വളരെ പേഴ്സണൽ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ച് ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സ്നേഹം, ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ പിരിഞ്ഞ് നമ്മുടെ ഈ ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം നമ്മൾ. എന്നാലേ ഇന്നലെ വരെ നിന്നെ സ്നേഹിച്ച അവളെ സ്നേഹിച്ചാൽ അവൾ എന്നെ സ്നേഹിച്ചാൽ ആ ബഹുമാനത്തോടെ നമുക്ക് ഇനിയും തുടരാൻ പറ്റും എന്നുള്ള വളരെ പക്വമായ തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. അത് ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനം, കുറേ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ പൊട്ടെ വർഷം എന്ന് തന്നെ പറയാം. അത്രയും ലോങ് ടൈം ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഈ ചിരിച്ച മുഖം കാണണമെന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ പോലും. നമ്മൾ അതുമായി അഡ്ജസ്റ്റഡായി, ആ സാഹചര്യവുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡായി. നമ്മളെ സാഹചര്യവുമായി അഡ്ജസ്റ്റഡായി കുറേ നാളുകൾക്ക് ശേഷമാണ് സഞ്ജന വന്നത് അനൗൺസ് ചെയ്തത്. അല്ല, സജന വന്ന് അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫിറോസ് ഞാനത് വിചാരിച്ചില്ല. കാരണം ഞാൻ എൻ്റെ അത്രത്തോളം പേഴ്സണൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്തയല്ല, അത്രയും ദുഃഖകരമായൊരു വാർത്തയാണ്. അത് കഴിവതും നമ്മൾ ദുഃഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത് മാത്രമല്ല, അത് തികച്ചും പേഴ്സണലാണ്. അപ്പോൾ ഞാനതൊരിക്കലും പുറത്ത് അങ്ങനെ പറയില്ലായിരുന്നു. അതിൻ്റെ കൂടെ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അത് സജിന പറഞ്ഞു, ഞാൻ കുറ്റം പറയല്ല, അദ്ദേഹത്തിന് പറയാൻ തോന്നി.
അത് അദ്ദേഹത്തിന്റെ വ്യക്തി അല്ല, സമൂഹം അറിഞ്ഞോട്ടെ, ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അതിലൊരു നല്ല ഫിറോസിനെ കാണുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നും ആയിരിക്കാം, അങ്ങനെയും ആകാമല്ലോ. തീർച്ചയായും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെ പറയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയില്ല. സജന പറഞ്ഞാൽ എനിക്ക് ബട്ടർഫ്ലൈ വരെ പറന്ന് നടക്കണം. അതെ അതെ, പറഞ്ഞോട്ടെ, സന്തോഷമുള്ള കാര്യം. അത് സജന, ഫിറോസ് പറഞ്ഞു സജന ഇപ്പോഴും ഒരു കുട്ടിത്തമാണെന്ന് പറഞ്ഞു. തീർച്ചയായും നിങ്ങൾ രണ്ടും പറയുന്നത് രസമാണ്. നിങ്ങൾ രണ്ട് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. സജന എനിക്ക് ബട്ടർഫ്ലൈ പോലെ പറഞ്ഞു. സജന അവളൊരു കുട്ടിത്തമാണ്. കുട്ടികൾ ഇങ്ങനെ പറന്ന് നടക്കും. തീർച്ചയായും ആ പറന്ന് നടക്കുമ്പോൾ എവിടെയെങ്കിലും കേടുകൾ പറ്റാതെ പറന്ന് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ആയിരിക്കും ഫിറോസിനോട്. തീർച്ചയായും നമുക്ക് ഒരു പട്ടം ഇങ്ങനെ എത്രത്തോളം ഹൈറ്റിൽ പോയി അതിങ്ങനെ പറക്കുന്നത് കാണാൻ രസമാണ്. അപ്പോഴും അതിൻ്റെ ഒരു അറ്റം നമ്മുടെ കയ്യിലുണ്ടാവും. അതാണ് അതിൻ്റെ കൺട്രോൾ. പക്ഷെ ഈ അറ്റം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അതിനൊരു കൺട്രോൾ ഉണ്ടാവില്ല. ആ രസം ഇങ്ങനെ പറന്ന് നടക്കും. പക്ഷെ അതിന് പിന്നീട് ഉണ്ടാകുന്നൊരു അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അതങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. സജനയുടെ പറക്കലില് ഒരറ്റം ഫിറോസിന്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഞങ്ങളുടെ ഡിവോഴ്സിന് മുന്നേ വരെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പക്ഷെ അദ്ദേഹം അപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും മറ്റു പട്ടങ്ങളിൽ കുരുങ്ങി അത് നശിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ കുരുങ്ങി നശിച്ചു കഴിഞ്ഞാൽ അത് വേദനാജനകമാണ് എനിക്ക്. തീർച്ചയായും എൻ്റെ ലൈഫിൻ്റെ നല്ലൊരു 10 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് അദ്ദേഹം നശിച്ചു എന്ന് ആഗ്രഹിക്കാൻ. ഫിറോസിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് പറയാം. സജന എന്നൊരു പെൺകുട്ടിയെ ജീവിതത്തിൽ കൊണ്ട് സജനയ്ക്ക് വേണ്ടത്, സജനയ്ക്ക് കലയോട് ഇഷ്ടം വന്നപ്പോൾ സജനയെ കൈപിടിച്ച് കൊണ്ടുവന്ന ഫിറോസാണ്. അത് സജന പറയുന്നുണ്ട്. തീർച്ചയായും അവിടെയൊക്കെ ഫിറോസ് ഒക്കെയാണ്. അതെ അല്ലെ? അവിടെയൊക്കെ ഫിറോസ് അതൊരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി വരുമ്പോൾ ഒരു കലയിലേക്ക് വരുമ്പോൾ ഒരു തടസ്സങ്ങളും നിങ്ങൾക്കറിയാം അല്ലെ? അവിടെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് സിനിമയിലാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി അല്ലെ? അതെ അതൊക്കെ അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. അതൊന്നും അദ്ദേഹം ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അതാണ് സജനയുള്ള ക്വാളിറ്റി. അതൊരു ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ അതൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ കുറിച്ച് നമ്മൾ പോസിറ്റീവ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി വേണം. മനസ്സിലായി? ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ കുറിച്ച് തീർച്ചയായും എനിക്കും അങ്ങനെ പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഇല്ലായ്മയാണ്. അതായത് ഒരാളെ കുറിച്ച് കഴിവതും കുറ്റം അത് നമ്മളിൽ തന്നെ ഒതുങ്ങുക. ചില കാര്യങ്ങൾ നമ്മളോടുകൂടി തന്നെ അത് ഇല്ലാതാവുക. അല്ലാതെ കുറ്റം നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ ഈ ഷിയാസിന്റെ കാര്യം പോലും ഞാൻ ഇത്ര വേദനയായിട്ട് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അവസ്ഥ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അവസ്ഥ പറയുമ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്. ഷിയാസിന് വിളിച്ചു എന്നാണ്. അതാ അതങ്ങനെ പറയാം. ഇവിടെ വന്ന് ഒരു ചാനൽ മുമ്പിൽ ഒന്നും പറയുമല്ല ചെയ്തത്. ഷിയാസിനെ വിളിച്ചതിന് ശേഷമാണ് നമ്മളായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോ നാളെ ഞാൻ ഷിയാസിനെ കണ്ടാൽ ഇതൊന്നും എന്റെ മനസ്സിലുണ്ടാവില്ല. അതാണ് എന്റെ ഒരു ഇത്. ഞാനതൊക്കെ മറന്നു പോകും. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അന്നേരത്തെ ഇത് ഞാൻ പോയി ഹഗ് ചെയ്യും. ഇതൊക്കെ എൻ്റെ രീതിയെ അങ്ങനെയാണ്. എനിക്കങ്ങനെ വൈരാഗ്യമില്ല. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ സാഹചര്യങ്ങൾ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ പോകണം. അതിൽ നിമിത്തങ്ങളാവുന്ന ഇതെല്ലാം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതെല്ലാം നിമിത്തങ്ങളാണ്. നമ്മൾ വേദനിക്കുന്നതും വേദനിക്കപ്പെടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ എല്ലാം ബാക്കിയുള്ളൊരു നിമിത്തമാവുന്നതാണ്. നമ്മളെന്തായാലും പുള്ളി എഴുതി വെച്ചോണൊക്കെ അത്രയും നാളെ ജീവിച്ച് ഇവിടെ തീർത്തിട്ട് നാടകം ആടിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഉറപ്പായ അല്ല, ഈ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ കൂട്ടിച്ചേർക്കണം. ഇത് മതപരമായിട്ട് എടുക്കരുത്. നമ്മൾ പറഞ്ഞില്ലേ എന്താ ഒരു മുസ്ലിം ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ആക്ച്വലി ഞങ്ങള് മുസ്ലിം ഫാമിലി ആണെങ്കിലും എല്ലാ ഫെസ്റ്റിവൽസും, അതിപ്പോ ഇതുമായിട്ടൊരു ബന്ധമല്ല, പക്ഷെ എനിക്കത് ഇതിന്റെ കൂട്ടത്തേക്ക് ചേർക്കുകയാണ്. എല്ലാ ഫെസ്റ്റിവൽസും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാനെന്നല്ല, നമ്മളുമായിട്ട് സറൗണ്ട് ചെയ്യുന്ന എല്ലാവരും. ഇപ്പോൾ എനിക്ക് അവിടെ ഒരു കാര്യം ഞാൻ വിചിത്രമായിട്ട് തോന്നി. ഇപ്പം ഓണം ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മളെല്ലാം ഒരുവിധം മുസ്ലിംസ് എല്ലാവരും അത് ബാക്കിയുള്ള കാസ്റ്റ്, ഞാൻ മുസ്ലിംസ് ഉദ്ദേശിച്ച ബാക്കിയുള്ള കാസ്റ്റ്, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും ആലോചിക്കുന്നത്, പെരുന്നാള് വേറെ ആരും സെലിബ്രേറ്റ് ചെയ്തില്ല. അതെന്താണ്? എനിക്ക് അങ്ങോട്ടൊരു ചോദ്യമാണ്. അല്ല, പെരുന്നാളിന് നമ്മൾ വിളിക്കാറുണ്ട് സുഹൃത്തുക്കളെ, പക്ഷെ ഓണത്തിന് നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഓണത്തിനെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിടാറുണ്ട്, സദ്യ വെക്കാറുണ്ട്. അടിപൊളി സദ്യയാണ് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്നത്. ഈ ബിരിയാണിയും മറ്റേ പെരുന്നാളിന് വെക്കുന്നതിനെക്കാട്ടും അടിപൊളി സദ്യ. എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കും. അത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടും. അനിയനൊക്കെ കുക്കിംഗ്, അനിയനും പെങ്ങളൊക്കെ അടിപൊളി കുക്കിംഗ്, ഇവരെല്ലാം ഞങ്ങളെല്ലാം കൂടെ കൂട്ടി അത് രസമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, ഒരു പെരുന്നാൾ പോലും വേറൊരു കാസ്റ്റ് പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. എന്താണ് അത്? എനിക്കത് വലിയ വിഷമമുള്ള കാര്യമാണ്. അതുപോലെ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അത് അതിനകത്ത് വേറെ അത് പറയുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ട്, ഓണത്തിനുണ്ട് 10 അവധി, ക്രിസ്മസിനുണ്ട് 10 അവധി, റംസാൻ എന്തേ അവധി പറയൂ സർക്കാർ. അത് പാടില്ല. അങ്ങനെ ഒരു മുദ്രാവാക്യം പണ്ടുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തോളം ക്രിസ്മസിനുണ്ട് 10 ദിവസം അവധി, ഓണത്തിനുണ്ട് 10 ദിവസം, പെരുന്നാളാകുമ്പോൾ 10 ദിവസം അവധിയില്ല.